മനുഷ്യനല്ലേ മനുഷ്യന് ഓരോ കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനും കണ്ട നീ അതെന്ത് ചെയ്യും? എടുത്തോക്കടി എടുത്തോക്കടി. മീൻ വറുക്കാൻ വേണ്ടിട്ട് പെരട്ടി വെച്ച് കണ്ടോ അത് മുഴുവൻ സർവ്വത കണ്ണിന് മുളക് തേക്കോട്ടെ തക്കളി. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നു. എന്റെ ദൈവമേ അനേകം പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇരട്ടി പണി ചെയ്തു വെച്ചേക്കണേ. എനിക്കൊന്ന് പുറത്തോട്ട് പോകണം. പുറത്ത് നോക്കോ ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? കൂടുതൽ എന്റെ എവിടെ കണ്ണട എന്ത് ചെയ്ത്? കണ്ണട കാണാനില്ലെങ്കിൽ ഒരു ദിവസം കണ്ണട ഇല്ലാതെ ഇപ്പൊ പുറത്ത് പോയാൽ മതി. അപ്പൊ കണ്ണിന് അസുഖമൊന്നും ഉണ്ടായിട്ടല്ലോ. അതെ ഇത് കാഴ്ചക്ക് വേണ്ടി വെക്കണ സാധനം അല്ല. ഒരു പൊതുപ്രവർത്തകനെ പുറത്തോട്ട് ഇറങ്ങാൻ വെച്ച് ഗമയ്ക്ക് വേണ്ടിട്ട് വെക്കണ സാധനമാണ്. അത് എനിക്ക് വേണം. അതില്ലാതെ ഇറങ്ങാൻ പറ്റില്ല. എനിക്കിപ്പം പണി എവിടെന്ന് പെണ്ണ മുളക് പൊടിയൊക്കെ തട്ടി മറിച്ചിട്ട് കൈ തത്തി ചെന്ന് നോക്ക. ആ ഡാഡിയുടെ കണ്ണെടുത്ത് കൊടുക്ക് പോ. ഒരു സാധനം ഈ വീട്ടിൽ വെച്ചാ കാണത്തില്ല. എന്ത് ഞാൻ എഴുതി എവിടെ എവിടെയല്ലേ ഞാൻ വെക്കണത്? അവിടെ വെച്ചത് കൊള്ളംപറയിട്ട് തപ്പിളി ഞാനത് പാർട്ടി ഓഫീസറെ പോവാട്ടാ. എങ്ങോട്ടെങ്കിലും പോ. തക്കളിയേ തക്കളി മോളെ ഡീ നിന്നെ വിളിക്കണ വല്ലതും കേക്കുണ്ടോ? അങ്ങോട്ട് ഇതങ്ങനെ രണ്ടും കൂടി ചെവിയിലെടുത്ത് വെച്ചാ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫോൺ എടുക്കണ കാര്യമില്ലാന്ന്. പാട്ട് കേക്കണ്ട നീ. എത്ര നേരം അവിടെ നിന്ന് വിളിക്കണേ? ചെല്ല അപ്പുറത്ത് വെച്ചിട്ട് ഇത് മേടിച്ചിട്ടുണ്ടോ? പാട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. എടുത്തുണ്ടോ ഇച്ചിരി പൊടി മേടിച്ചിട്ടുണ്ടോ? ചോറിനറമ്മ കൈ കഴുകി വന്നിരിക്കൂലേ അപ്പനും മോളും? എന്റെ അമ്മ ഞാൻ പറഞ്ഞു മടുത്തു. ഞാൻ എന്ത് ചെയ്യാനാ? എത്ര പ്രാവശ്യം പറയണെന്ന് അറിയോ? അതൊക്കെ ഞാൻ പറഞ്ഞോക്കാം. എന്ത് ചെയ്യാനാ? ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ. അതെ ദുബായിലുള്ള എന്റെ ഫ്രണ്ട്സാ. ദിവസം 10-12 തവണ എന്നെ വിളിക്കും. പിന്നെ അടുത്തടുത്ത ഫ്ലാറ്റുകളായതുകൊണ്ടേ ഞങ്ങൾ 3 ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ഫ്ലാറ്റില് മറിയം ജോർജ് ഉണ്ടായിരുന്നു, പാലക്കാരി. പിന്നെ പാലക്കാട്ടുകാരി ഗീത മുകുന്ദൻ. പിന്നെ ഒരു മലപ്പുറംകാരി ഹസീന ഹസൻ. ഞങ്ങൾ 3 പേരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര രസം. എന്ത് രസമെന്നറിയോ? ഞാൻ ഇങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ വന്നു. ഉണ്ടോ? ഉലുവാപ്പൊടിയോ? അത് ഞാൻ മീൻ വെച്ച് കഴിഞ്ഞപ്പം ഇടാൻ നോക്കിയപ്പോ ഉലുവാപ്പൊടി തീർന്നിരിക്കണു. ഉണ്ടെങ്കിൽ ഇച്ചിരി തന്നാ ഉപകാരമായിരുന്നു. ആക്ച്വലി ഞാൻ ഉലുവാപ്പൊടി ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ നോക്കട്ടെ ഏട്ടാ. എന്നാ ഇരിക്കേ നല്ല വെയിറ്റ്. മറ്റേ ടെസ്റ്റ് മറിച്ച ടെസ്റ്റ് തലയുടെ മറ്റേ ഈ എന്താണ് CT സ്കാൻ അല്ലേ, അതൊക്കെ അടക്കടിക്കേണ്ടി വന്നു. 17,500 രൂപ കണ്ടാണ്. അവസാനം അവന്റെ കയ്യിലുള്ള എന്താണ് വെറും 5,000 രൂപ. ബാക്കി പൈസ എടുത്തിട്ട് വാ, ഞാൻ ആ ഫാസിലിരുന്ന് കടം വാങ്ങിച്ചിട്ടാ തന്നത്. ഇത് 1-2 പ്രാവശ്യം ഇത് എത്ര പ്രാവശ്യമാണെന്ന് നിങ്ങളിത് ഓരോ കുലുമാലുകൾ ഒപ്പിച്ചിടും. അതിലെടുത്തു തരാം എന്റെ കയ്യിൽ എവിടെ പൈസ? ഇത് എന്റെ മുമ്പിൽ വന്നിട്ട് ഈ കരഞ്ഞു കാണിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് നിനക്ക് അവനോട് അത് പറയാലോ. അപ്പൊ നാട്ടിൽ ഭയങ്കര പ്രസിദ്ധനായിട്ടുള്ള ആളല്ലേ. ശരിയാവുന്ന അവ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. ഈ വെറുതെ പുറമെയുള്ള ഈ ബഹളം ചാടി കാട്ടി നടക്കില്ലേ. പൈസ വേണമെങ്കിൽ വെച്ചോ. പിന്നെ വേണം വെച്ചോ. എനിക്ക് വേണ്ടെന്ന് നീ വിളിച്ചോ. നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ തങ്കം തരും. ഇതാവല്ലോ ആ പൊടി മുഴുവൻ വേണ്ട, എനിക്കൊരു ഇത്തിരി എടുത്ത് കൊണ്ടുപോയിക്കോ. ഏയ് വേണ്ട. ഇത് മീൻകറിയിൽ ഇടും അല്ലേ? മീൻകറിയിൽ ഇത് മതി. ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഒരു പൊടിയിൽ ഇങ്ങനെ മീനിലിടണം നല്ലതാ. അതല്ല, ഞങ്ങൾ ഈ ദുബായിലൊക്കെ
ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം തീർന്നു കഴിഞ്ഞാൽ വാങ്ങൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഐറ്റം തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ വീടൊക്കെ പൂട്ടി പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക, അങ്ങനെ ചെയ്യാറ്. മലയാളികളുടെ ഒരു ഇതൊക്കെ ആയിരിക്കുമല്ലേ ഇത്, ഹാബിറ്റ് ആയിരിക്കും. അയ്യോ ചേച്ചി ഇത് വാങ്ങിയോണ്ട് പറഞ്ഞല്ല കേട്ടോ, ഞാൻ വെറുതെ ജസ്റ്റ് വിശേഷങ്ങൾ പറഞ്ഞതാ. കൊണ്ടേക്കാം. ശരി മീൻ കറി ട്രൈ. അങ്കം, ഇന്നലെ നമ്മുടെ കോമളന് പാർട്ടി ഓഫീസിൽ കപ്പയും മീൻകറിയും കൊണ്ടുവന്നു. ഓ എന്താ ടേസ്റ്റ്! അവന്റെ കെട്ടികളും മറ്റേ കോട്ടയം സ്റ്റൈലില്ല, നല്ല പുളിയൊക്കെ ഇട്ടിട്ട്. അല്ലെങ്കിൽ നമ്മള് വെക്കണമെന്ന് നിങ്ങൾക്ക് പിടിക്കൂലല്ലോ. ഇത് കൊള്ളില്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഇത് മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നും വെക്കണ പോലെ അല്ല, ഇതിന് എന്തോ ഒരു പ്രത്യേക ഒരു എന്തോ ഇതുണ്ട്. എന്നും വെക്കണ പോലെ തന്നെ വെച്ചത്. അങ്ങനെയൊന്നുമല്ല, ഇന്നെന്തോ ചിലപ്പോൾ നല്ല മീനായോണ്ടായിരിക്കാം. നല്ല മീനായതുകൊണ്ടല്ല, എന്റെ കൈപുണ്യത്തിന്റെ. നീ രണ്ടാമത് ചോറിട്ട് വെച്ചിട്ട് കൂടിപ്പോയിടാ. ഇന്ന് വേറൊരു സംഗതി ഉണ്ടായി. ഇന്ന് ഉലുവാപ്പൊടി ഇടാൻ നോക്കിയപ്പോഴത്തേനും ഉലുവാപ്പൊടി ഇല്ല. ഉലുവാപ്പൊടി മണം ഉണ്ടല്ലോ. ഉണ്ട്, അപ്പുറത്ത് പോയി അമ്മ അപ്പുറത്ത് പോയി വാങ്ങിച്ചോണ്ട് വന്നു ജാഗിയുടെ അടുത്തുനിന്ന്. പക്ഷെ ചോദിച്ചപ്പോ തന്നിട്ടോ. എന്നെ കൊറേ അടി അടിച്ചു പോവാത്തേന് അടിച്ചില്ലേ? ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. തങ്ങ എന്തേ? എന്തിനാ അവിടെ പോയി ചോദിച്ചത്? ഉലുവാപ്പൊടി ഇല്ലാത്ത മീൻ കറി വെക്കാൻ പറ്റില്ലേ? കളിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് അവരുമായിട്ടുള്ള സൗഹൃദം അത്ര നല്ലതല്ല, നമുക്കത് വേണ്ട. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ ഒന്ന് എന്നെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉലുവാപ്പൊടി ഇല്ലാതെ ഇതങ്ങോട്ട് വെച്ചാൽ എന്താണ്? ഓ ഉലുവാപ്പൊടി തീർന്നു പറഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് ഉലുവാപ്പൊടി. എന്തായിക്കോട്ടെ പോട്ടെ, എനിക്ക് അവരുമായിട്ടുള്ള സഹകരണം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇതൊക്കെ നാട്ടു നടപ്പ് തന്നെ. നമ്മുടെ വീട്ടിലൊരു സാധനം തീർന്നാൽ തൊട്ട് അപ്പുറത്ത് ഇച്ചിരി മേടിക്കും, അതിനെന്താ കുഴപ്പം? ഈ നാട്ടു നടപ്പ് ഓക്കെ, പക്ഷെ ഇവരുമായിട്ട് ഈ കൊച്ചട അവനെ എനിക്ക് അതെ എനിക്ക് വേണ്ട. ഈ തിന്ന ചോറും വേണ്ട, എനിക്ക് വേണ്ട. അതറിഞ്ഞേ ഞാൻ കഴിക്കില്ലായിരുന്നു. ആവശ്യമില്ലാത്ത വാശി ക്ലീറ്റോ, ആവശ്യമില്ലാത്ത വാശി അടി ഇത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല അവരുമായിട്ട് സഹകരിക്കണം. പിന്നെ എന്തിനാണ് നീ അവിടെ പോയി സാധനം മേടിച്ചത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതല്ലേ നിങ്ങളുടെ കുഴപ്പം. വയറ്റിലാത്തോട്ട് പോയത് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഛർദ്ദിച്ച് കളഞ്ഞോളാം. ഓ ദൈവത്തിനെ മറന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കണത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയായിട്ടോ. ഭർത്താവിനെ മറന്നു ഒന്നും ചെയ്യരുത്. ഭർത്താവിന് അത് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി വീണ്ടും തല വെക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞു? ഇച്ചിരി ഉലുവാപ്പൊടി മേടിച്ചതല്ലേ ഉള്ളൂ. എനിക്ക് അലവലാതിയായിട്ട് സഹകരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അത് തന്നെ, വേറെ ഒന്നുമില്ല പറയാൻ. നമുക്ക് വേറെ എങ്ങും കിട്ടിയില്ല. അത് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു പറയാൻ, പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായ. നിനക്കും വേണ്ടായിരിക്കും. ഇനിയും വേണ്ട. നല്ല ഭക്ഷണത്തിനോട് നിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലോ കൊല്ലും ഞാൻ. പിന്നെ എല്ലാവരും കൂടെ നല്ലോണം സന്തോഷത്തിരുന്ന് അതിന്റെ ഡാഡിയും കൂടി വിചാരിക്കണം. മുഴുവൻ കഴിക്കാതെ അവിടെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരാടി ഞാൻ. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞ നിന്റെ ഡാഡിക്ക് ഇങ്ങനെ ഭ്രാന്തളകുന്നുള്ളത്. അത് നമ്മളെ മമ്മൂസിന്റെ കടയിൽ. പിന്നെ ഉലുവ ഇട്ടാല് ഇത് കൊള്ളാവും. ഇതിലെ ടേസ്റ്റ് ഒരു മണവും. ഉലുവയുടെ കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നെ. അപ്പുറത്തെ വീട്ടിലെ തങ്കം ചേച്ചില്ലേ, ഇങ്ങോട്ട് ഉലുവപ്പൊടി ചോദിച്ചു കൊണ്ട് വന്നിരിക്കുന്നു. ഉലുവപ്പൊടി ചോദിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു നാണല്ലാണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല. എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു വീട്ടിലൊരു സാധനം തീർന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങിക്കുക, നിരങ്ങി നിൽക്കുക. പറയണത് എന്തോ നാണക്കേട്. സാധാരണ നമ്മളെ വീട്ടിലെല്ലാം നടക്കുന്ന സംഭവമല്ലേ. ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു കറി വയ്ക്കുമ്പോൾ ഒരു സാധനമില്ല. അപ്പം നീ എക്സാമ്പിൾ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അത് 2 വെണ്ടയ്ക്ക ഇടണം, വെണ്ടയ്ക്ക ഇല്ല. അപ്പം നീ എന്താ ചെയ്യുക? പെട്ടെന്ന് കടയിൽ പോകും. ഇല്ലല്ലോ, നീ അപ്പുറത്ത് പോയി അപ്പുറത്തെ വീട്ടിൽ വലിയ അടുത്ത വീട്ടിൽ നിന്നല്ലേ വാങ്ങിക്കാൻ നോക്കുള്ളൂ. അതിൻ്റെ നാണക്കേട്. പിന്നെ എനിക്ക് ഇങ്ങനെയൊന്നും ശീലമില്ല. ഈ നാട്ടുമ്പുറത്ത് എല്ലാവരും ശീലിക്കുന്നത് ഇങ്ങനെയാണ്. നാട്ടുമ്പുറം മാത്രമല്ല, ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ഈ കൊടുക്കൽ വാങ്ങലിലൂടെയാണ്. അതറിയാമോ നിനക്ക്? നിനക്ക് ഈ അലക്സാണ്ടർ ഫ്ലെമിനെ അറിയാമോ? ആരാ? വിമാനം കണ്ടുപിടിച്ചാ? വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാണ്. എനിക്കറിയായിരുന്നു. ഇദ്ദേഹം ലണ്ടൻകാരനാണ്, ഒരു വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് 1928 ആന്റിബയോട്ടിക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. എൻ്റെ അമ്പിൾ ചേട്ടാ, ഈ ആന്റിബയോട്ടിക് ഉലുവയും തമ്മിൽ എന്താ ബന്ധം? ആന്റിബയോട്ടിക്കും ഉലുവയും തമ്മിൽ ബന്ധമില്ല. അദ്ദേഹം ഈ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച സമയത്ത് ഞാനും എൻ്റെ വീട്ടുകാർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് മെഡിക്കൽ സയൻസ് എവിടെ പോയി നിൽക്കുമായിരുന്നു? ഇത്രയും വളർച്ച ഉണ്ടാവുമോ? അങ്ങനെ. അതുകൊണ്ട് എൻ്റെ പൊന്നു രാഗി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കൊടുക്കൽ വാങ്ങലിലൊക്കെ വലിപ്പ ചെറുപ്പമില്ല കേട്ടാ. അത് നീ ഇന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ കാലം നിന്നെ നാളെ പഠിപ്പിക്കും. നിന്നെ എന്നല്ല, നമ്മളെ എല്ലാവരെയും. എന്നെ അമ്പിൾ ചേട്ടാ, നിങ്ങൾ ഏതാന്ന് പറച്ചിലൊക്കെ ഒന്ന് നിർത്തോ? മനുഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് കുറച്ചുകൂടി ചോറ് വേണോ? ചോറൊന്നും വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം നിനക്ക് വേദാന്തം. നിനക്കതൊന്നും മനസ്സിലാവില്ല. എന്നാണ് നിനക്കിതൊക്കെ മനസ്സിലാകുന്നത്?
എൻ്റെ അമ്പൽച്ചേട്ടൻ്റെ ഉപദേശം കൊണ്ട് ഞാൻ മതിയായി. നീ കറി ഇഷ്ടമായില്ലേ? എല്ലാ കറിയും കൊള്ളാം. എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തൊന്ന് പോകണം. ഞാൻ മുട്ട പപ്പാസ് ഉണ്ടാക്കി തരാം കേട്ടോ. കഴിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത്. ഇപ്പം എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. കഴിച്ചോ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. കറി ഇഷ്ടമായില്ലേ? അമ്മ ആ ഞാൻ മാങ്ങ പറിക്കാൻ പോവാനേ. എന്തെങ്കിലും കാര്യം. കൊറേ നാളുണ്ട് ആ മാങ്ങ നോക്കിയിട്ട്. ലീറ്റ, എന്താ നാളെ ഹർത്താലാന്ന് കേട്ടായിരുന്നോ? നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നാളെ ഹർത്താലാണെന്ന്? ഹർത്താൽ തീരുമാനിക്കുന്നത് ഞങ്ങൾ പാർട്ടിക്കാരാ. ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ പാർട്ടിയായിട്ട്? ഇപ്പം ഈ പഞ്ചായത്തിൽ ശക്തമായ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ഞങ്ങൾ ചിലപ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ ആ ഹർത്താലൊക്കെ മാറ്റുകയും ചെയ്യും. നിന്റെ പ്രശ്നം ഇപ്പം എന്താണ്? ഞാനിപ്പോ അതല്ല പറഞ്ഞത്. നിങ്ങൾ മാറ്റോ മാറ്റാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ സാധനങ്ങൾ തീർന്നിരിക്കുവാണ്. എന്തെങ്കിലും ഈ പെണ്ണിന് ഞാൻ ഇവിടെ സാധനങ്ങൾ തീർന്നിരിക്കുക, എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് വിളമ്പി തരാം. എനിക്ക് ഇനി കരക്കാരുടെ വീട്ടിലോട്ട് തെണ്ടാൻ പോകാൻ പറ്റില്ല. അതൊരിക്കലും എന്തായാലും അത് ചെയ്യാതിരിക്കണതാണ് നല്ലത്. എനിക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ സാധനങ്ങളെ ചിലവാക്കുന്നത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പിടിച്ച് ചിലവാക്കിയാൽ കൊള്ളാം. ഇത് അംബാനിയുടെ വീടൊന്നുമല്ല വാരിക്കോരി ചിലവാക്കാൻ. തീറ്റ കുറച്ചിട്ടുണ്ടെങ്കിൽ ചിലവാകലും കുറേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തിന്നണ കണക്ക് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ സാധനം മേടിക്കണ ലിസ്റ്റ് എഴുതി വെക്കണം. ഞാൻ മേടിച്ചോണ്ടിരാം വൈകിട്ട്. ലിസ്റ്റൊക്കെ എഴുതി തരാം. പൈസയും കൂടെ അതിൻ്റെ കൂടെ വെച്ചിരിക്കണം. പൈസ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? പൈസ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഏൽപ്പിച്ചതിലൊക്കെ കാണുമല്ലേ ബാക്കി. എന്ന് ഏൽപ്പിച്ച്? ഇത് തന്നെ നമ്മൾ കൊടുക്കണ പൈസക്ക് ഒരു കണക്കുമില്ല, ഒരു വിലയില്ല. അയ്യോ, എന്റെ ഓർമ്മയിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലാറ്റ് 500 രൂപ തന്നതാ. നിനക്കിപ്പോ ഈയിടായിട്ട് ഓർമ്മ കുറവുണ്ടെന്ന് എനിക്കറിയാം. കയ്യിൽ 5 പൈസ ഇല്ലെന്താനും അഹങ്കാരത്തിന്. അയ്യോ, നീ ഇവിടെ ഇരുന്ന് സമ്പാദിച്ച് കൂട്ടുകല്ലേ. അയ്യോ, എന്താ ടെമ്പിളേട്ടാ? ഭയങ്കര തലവേദന. അവിടെ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പൊ ഒരു വെയിലത്ത് ഇങ്ങനെ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നടക്ക്. ഞാൻ അപ്പളേ പറഞ്ഞതാ ദുബായിൽ മര്യാദയ്ക്ക് AC റൂമിലിരുന്ന് വർക്ക് ചെയ്യാന്ന്. അപ്പൊ ഇങ്ങനെ നടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? എനിക്കറിയാം. പിന്നെ കൊണ്ട് ഒരു ചായ ഇടാൻ പറ്റുമോ? ചൂടായിട്ടൊരു ചായ ഇട്ടോ, നല്ല കടുപ്പത്തിൽ. ചായ ഉണ്ടാക്കണോ? ചായ പോലെ എന്തെങ്കിലും പോയി ഉണ്ടായിക്കൊണ്ടോ പോ. എന്താ അമ്പിളിക്കുട്ടാട്ട് അങ്ങനെ പറഞ്ഞത്? എനിക്ക് എന്താ ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? അറിയാം, നിനക്ക് നന്നായിട്ട് നീ പോയി ഉണ്ടാക്കിട്ടോ പോ. സംസാരിക്കാതെ പോ. ഞാൻ നോക്കിയോ നല്ല 1 തരം ചായ ഇട്ട് കൊണ്ടുവരാം. അല്ലണ്ട, അകത്ത് വന്ന് കിടക്ക്. അവിടെ ഇരിക്കാതെ. ഞാൻ തളർന്ന എന്നെ കൊണ്ട് ഒക്കൂല. നിനക്ക് എന്താ പ്രശ്നം? ഡാഡി ഇത്തിരി മാങ്ങ പറിച്ചാടി. എത്ര നേരം കൊണ്ട് ഞാൻ പറയാം. അയ്യോ, അതിനവിടെ സ്ഥാപിച്ചേക്കണത്, അത് അനങ്ങൂല അവിടെ. ഡാഡി എന്തായാലും വെറുതെ നിൽക്കണം. അപ്പൊ മാങ്ങ പറിക്കുമ്പോ രസം കൂടെ ആവൂലേ? നമുക്ക് കഴിക്കാൻ. മാങ്ങ പറിക്കുമ്പോ രസം ആവൂല. രസം എന്ന് പറഞ്ഞാൽ തക്കാളിയൊക്കെ ഇട്ടാണ് രസം ഉണ്ടാക്കുക. ഡാഡി ഇങ്ങനെ പറയല്ലേ ഡാഡി. മാങ്ങ കട്ട് ചെയ്യണം, ഉള്ളി, ഉപ്പ്, മുളകും കൂടെ. അപ്പൊ മുളക് അങ്ങോട്ട് കടിക്കുമ്പോ എരിയോ? അപ്പോഴോ ഡാഡി ഒന്ന് വാ. എന്തുവാ പറിച്ചു തരോ? അങ്ങോട്ട് മേടിച്ച് അങ്ങോട്ട് തൂത്തേടി. ഈ കല്ല് നീ കളിക്കാൻ വേണ്ടി കൊണ്ടിട്ടല്ലേ? അത് ഡാഡി ഉണ്ടായിരുന്നു. ഡാഡി വാ. ഡാഡി ഇതെന്നെ കൊണ്ട് ഡാഡിക്കുള്ള വെള്ളം എടുത്തോണ്ട് വന്നേ. കുഴിയാനെ കണ്ടിട്ടുണ്ടോ നീ? തങ്കം ചേച്ചി
മുറ്റടിച്ചു പാലാണോ? ആ അതെ, പാല് തിളപ്പിക്കാൻ വെച്ചപ്പോഴാണ് മനസ്സിലായ ചായപ്പൊടി തീർന്നു പോയത്. അത്രയല്ലോ, അവിടെ ചായപ്പൊടി ഉണ്ടല്ലോ. ആണോ? കുറച്ച് തരുമോ? മക്കളെ ചായപ്പൊടി എടുത്തോണ്ട് കാണിക്കും. അവളുടെ കയ്യിൽ അഴുക്കാ ക്ലീറ്റോ. അതിനെ വേണോടാ ഡാഡി എടുത്തോളൂ. ചായപ്പൊടിയുടെ കാര്യത്തിന് അത് വലിയ കാര്യമാണോ? തേയിലപ്പൊടി മാത്രം പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. അല്ലേ വേണ്ട, ചോദിച്ചാൽ കൊടുത്താൽ മതിയല്ലോ. ഈ മാങ്ങ അച്ചാറിടാൻ കൊള്ളാവോ? അച്ചാറ് ഇല്ല, അച്ചാർ പഴുപ്പിച്ച് തിന്നണതാ രസം. ആണല്ലേ? കണ്ടിട്ട് നല്ല പച്ച കളറുണ്ടല്ലേ? ശരി ഇട്ടോ. പഞ്ചസാര വേണമായിരുന്നു. വേണ്ട വേണ്ട, പഞ്ചസാര ഇല്ല. പറഞ്ഞത് എടുത്തു തരാം കേട്ടോ. വേണ്ട, അവിടെ നിന്നാ മതി. പൊടി പൊടി. കൊടുത്തു. അയ്യോ എന്തല്ലേ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെയൊക്കെ ഓരോ കാര്യം. പാലുണ്ട്, പഞ്ചസാരയുണ്ട്, തേയിലുണ്ട്, ഒന്നും നോക്കാതെ ഓരോ ജോലിക്ക് ഇറങ്ങി. പാവ അറിയില്ലല്ലോ. ചായപ്പൊടി കൊടുത്തല്ലോ അല്ലേ? രായ്ക്ക് സന്തോഷമായല്ലോ. എന്താ ക്ലീറ്റോ, ഉച്ചക്ക് എന്തോ പറഞ്ഞില്ലേ ക്ലീറ്റോ? എന്താ പറഞ്ഞു? നമ്മൾ ചോറുണ്ടോണ്ടിരുന്നപ്പോ. ചോറുണ്ടുമ്പോ ഞാൻ സംസാരിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞു. ഇല്ല, ഇപ്പൊ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞല്ലോ? ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു? 5 മിനിറ്റ് മുമ്പ്. നീ എന്താ പറഞ്ഞ? ഞാൻ എന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, മറ്റേ എന്താണ് അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് അധികം സമ്പർക്കത്തിന് പോകണ്ട, കൊടുക്കൽ വാങ്ങലുകൾ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ. ഞാൻ വെറുതെ ആവശ്യമില്ല, എഴുതാ പ്രമോയിക്കല്ലേ. ഡാഡി കള്ളം പറയില്ലേ ഡാഡി? അങ്ങനെ പറഞ്ഞിട്ട് ആഹാരം പോലും നിർത്തി വെച്ചിട്ട് ഞാൻ ആഹാരം നിർത്തിയത് എനിക്ക് വയറ് നിറഞ്ഞോണ്ടോ, അല്ലാതെ ശരിയാ നമ്മൾ കേട്ടതിന്റെ കുഴപ്പമാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല അങ്ങനെ പറയില്ല. അഭിമാനം തോന്നുന്നുണ്ട് ക്ലീറ്റോ എനിക്ക്. ക്ലീറ്റോന്റെ ജീവിതം എന്തായാലും ഇനി പാഴായി പോവില്ല, അതെനിക്ക് ഉറപ്പാ. ഇങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാതെ പറഞ്ഞത് തിരിച്ചും മറിച്ചും ലോകത്തുള്ള എല്ലാ നുണയും പറയണം. അങ്ങനെ പറഞ്ഞ് ക്ലീറ്റോ ഒരു മന്ത്രിയാവും. അതെ, അതുറപ്പാ. അതില്ലാത്ത അന്ന സാധനല്ലേ, അത് തേയിലല്ലായിരുന്നു. ഈ പല്ലൊക്കെ തേക്കുന്ന ഒരു പൊടിയില്ലേ, എന്താണ് അതിനെ പറയാ? ആ അതായിരുന്നു. അയ്യോ, അത് അറിയാതെ പറ്റിയതായിരിക്കും. ചായലിട്ട് പോയി. ചായപ്പൊടി തരാം, പാലുണ്ടല്ലോ അല്ലേ വേറെ? കൊഴപ്പില്ല, എനിക്ക് കട്ടൻ ചായ മതി. അറിയാതെ പറ്റിയതാട്ടോ. അതൊക്കെ സാധാരണയല്ലേ, എനിക്ക് ഇതൊക്കെ പറ്റാറുണ്ട്. ഞാൻ ചേച്ചിയോട് ഇന്ന് രാവിലെ പറഞ്ഞിരുന്നില്ലേ, മലപ്പുറംകാരി ഹസീന ഹസൻ. അതുപോലെ ഒരു ദിവസേ ദുബായിൽ വെച്ചിട്ട് അവള് പഞ്ചസാര വെച്ചപ്പോ ഞാൻ ഉപ്പെടുത്ത് കൊടുത്തു. അവള് ഉപ്പിട്ട ചായ കൊണ്ട് വന്നു. അല്ല, അപ്പൊ ഈ ദുബായില് സാധനങ്ങൾ തീർന്ന അപ്പൊ തന്നെ കടയിൽ പോയി മേടിക്കല്ലേ ഉള്ളൂ, അടുത്ത വീടുകളിലൊന്നും പോവില്ലല്ലോ? അത് പറഞ്ഞ പോലെ അല്ല, അങ്ങനെ ഹർത്താലൊക്കെ വരുന്ന ദിവസം ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അന്ന് ഇത് പിന്നെ വ്യാപാര വ്യവസായയുടെ ഹർത്താലായിരുന്നു. ഹർത്താലായിരുന്നല്ലേ? ദുബായില് ഹർത്താല? അന്ന് ഹർത്താലായിരുന്നു. Alien versus Alien.